സമൂഹത്തിൻ്റെ പ്രസക്തി നേടാനും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാനും അതുപോലെ കുടുംബ പ്രശ്നങ്ങളിൽ വിജയം നേടാനും വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്കും മറ്റ് പലരോടുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കാമുകന്മാരുടെ അവരോടുള്ള വെറുപ്പ് തീർക്കുക അതുപോലെ തന്നെ പല സംഭവങ്ങൾക്ക് വേണ്ടിയും ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ എത്ര നിരപരാധികളാണ് സൂയിസൈഡ് ചെയ്യുന്നത്, എത്ര നിരപരാധികളാണ് നാട് വിട്ടു പോകുന്നത്, എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത്. പക്ഷെ ഇതൊന്നും ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും അറിയുന്നില്ല, ഒന്നുമില്ല. അതൊന്നും ആരും പബ്ലിക്കിൽ കൊണ്ടുവരിക ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് സ്ത്രീക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് വാർത്തയാകും, സിനിമയാകും, എന്തൊക്കെയാണ് വരിക. അപ്പം ഇവിടെ ഒരു തുല്യനീതി. ദീപക്കിന് സപ്പോർട്ടുമായിട്ട് ഇപ്പോൾ സവാദ് വന്നിരിക്കുകയാണ്. തൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ദീപക്കിൻ്റെ ഫോട്ടോ പങ്കുവച്ചതിന് ശേഷം ഒരു കുറിപ്പുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറേയധികം സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി അതിൽ പെട്ട ഒരാളാണ് ഞാനും. എൻ്റെ ജീവിതവും കുറേയധികം സ്ത്രീകൾ ചേർന്ന് തകർത്തതാണ്. അവരാവശ്യപ്പെട്ട പണം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതേ കണക്ക് എനിക്ക് അപമാനപ്പെടേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷെ അത് വേണ്ട, കൊടുക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ നിയമത്തിൻ്റെ പിറകെ പോയത് കൊണ്ടാണ് ഇതേ കണക്ക് ഇപ്പം ഞാൻ അപമാനിതനായത്. ഇതുപോലെ കുറേയധികം പേര് ഇനിയും ഭാവിയിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം സവാദ് പറയുന്നുണ്ട്.